എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 17 ശ്ലോകം 11, 12, 13, 14, 15, 16, 17, 18 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 8 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 17ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. പുരൂരവസിന്റെ മൂത്ത പുത്രനായ ആയുസിന്റെ വംശത്തെയാണ് ഈ 17ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്यै നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. രംഭസ്യ രഭസഃ പുത്രോ ഗഭീരശ്ച ക്രതുസ്തഥാ തസ്യ ക്ഷേത്രേ ബ്രഹ്മജജ്ഞേ ശൃണു വംശമനേന സ. അനന്തരം രംഭന്റെ വംശം പറയണു. രംഭന് രഭസൻ എന്നും ഗംഭീരൻ എന്നും 2 പുത്രന്മാരുണ്ടായി. രഭസനിൽ നിന്ന് ക്രതു ഉണ്ടായി. ആ ക്രതുവിന്റെ ഭാര്യയില് ബ്രാഹ്മണ വംശം ജനിച്ചു. ഇനി അനേനസിന്റെ വംശം പറയാം, കേട്ടോളൂ. ശുദ്ധസ്തത ശുചിസ്തസ്മാൽ ത്രികകുധർമ്മസാരഥി തതശാന്തരയോ ജജ്ഞേ കൃതകൃത്യ സ ആത്മവാൻ. പിന്നെതാ ആയുസിന്റെ കനിഷ്ഠപുത്രനായിട്ടുള്ള അനേനസിന്റെ വംശം പറയുന്നു. അനേനസിന്റെ പുത്രൻ ശുദ്ധൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ശുചി, ശുചിയുടെ പുത്രൻ ത്രികകുത് എന്നു പേരായ. ഈ ത്രികകുതിന് ധർമ്മസാരഥി എന്നും കൂടിയിട്ട് വേറൊരു പേരും കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ ശാന്തരയൻ. ശാന്തരയൻ ഇദ്ദേഹം വളരെ ശാന്തൻ ആയിരുന്നു. അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് തന്നെ ജീവിച്ചു. അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടിയവനായിരുന്നു. അതുകൊണ്ട് വിവാഹം ചെയ്തില്ല. ആ ഭഗവാനെ തന്നെ ധ്യാനിച്ച അത്ര തപസ്യായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സന്താനം ഉണ്ടായിരുന്നില്ല. ബ്രഹ്മചാരിയായിട്ട് തന്നെ ജീവിച്ചു. രജേ പഞ്ചശതാന്യാസൻ പുത്രാണാം അമിതൗജസാം ദേവൈരഭ്യർത്ഥിതോ ദൈത്യാൻ ഹത്വേന്ദ്രായാദദാദിവം. ഈ രജിക്ക് അമിത പരാക്രമശാലികളായ 500 പുത്രന്മാരുണ്ടായി. അപ്പോഴാണ് ഇന്ദ്രന് സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ദേവന്മാരെല്ലാരും കൂടി പ്രാർത്ഥിച്ച് അസുരന്മാരെയൊക്കെ സംഹരിച്ച് ഞങ്ങൾക്ക് സ്വർഗം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ രജി സ്വർഗത്തിൽ പോയിട്ട് ഈ അസുരന്മാരെയൊക്കെ സംഹരിച്ച്, അത്ര പരാക്രമശാലിയാണ് അദ്ദേഹം. അങ്ങനെ അസുരന്മാരെയൊക്കെ സംഹരിച്ച് സ്വർഗം ഇന്ദ്രനായിട്ട് തന്നെ തിരിച്ച് കൊടുത്തു. ഇന്ദ്രസ്തസ്മൈ പുനർദത്വാ ഗൃഹീത്വാ ചരണൗ രജേ ആത്മാനമർപ്പയാമാസ പ്രഹ്ലാദാത് അരിശങ്കിത. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ ഒക്കെ ശല്യം ഇനിയുണ്ടാവും, അപ്പോൾ പിന്നെയും സ്വർഗം വിട്ടു പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് സ്വർഗത്തിന്റെ ഭാരം, സ്വർഗം ഭരിക്കാനായിട്ട് രജിയെ തന്നെ ഏൽപ്പിച്ചു. രജിയുടെ വംശത്തിനെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് ക്ഷണിച്ച് അങ്ങനെ അവിടെ സ്വർഗത്തില് വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. സ്വർഗം ഭരിക്കാനായിട്ട് രജിയെ മക്കളെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ചരണങ്ങളെ ശരണം പ്രാപിച്ച ഇന്ദ്രൻ ആത്മരക്ഷാകാര്യത്തെ രജിയിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ആത്മാനം അർപ്പയാമാസ. പിതര്യുപരതേ പുത്ര യാചമാനായ നോദതു ത്രിവിഷ്ടവം മഹേന്ദ്രായ യജ്ഞഭാഗാൻ സമാദതു. പിതരി പിതാവ്, ഉപരതേ അന്തരിച്ചപ്പോൾ, പുത്ര പുത്രന്മാർ, യാചമാനായ യാചിച്ചവനായ, മഹേന്ദ്രായ ഇന്ദ്രന്, ത്രിവിഷ്ടവം സ്വർഗത്തെ, നോദതു
ദാനം ചെയ്തില്ല. യജ്ഞഭാഗാൻ യാഗഭാഗങ്ങളെ സമാദതു സ്വീകരിച്ചു. അങ്ങനെ രജിയും പുത്രന്മാരും കൂടി അങ്ങനെ സ്വർഗം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രജി മരിച്ചു. അങ്ങനെ രജിയുടെ മരണാനന്തരം അപ്പൊ സ്വർഗത്തെ തിരികെ തരണമെന്ന് ഇന്ദ്രൻ ആ പുത്രന്മാരോട് പറഞ്ഞു. ആ പുത്രന്മാരപ്പോ സ്വർഗസുഖത്തിന്റെ അവരതിലിങ്ങനെ മുഴുകി സ്വർഗത്തിൽ സുഖമായിട്ട് താമസിക്കില്ലേ. അവര് കൊടുത്തില്ല എന്ന് മാത്രല്ല, ഇന്ദ്രന് കിട്ടുന്ന യജ്ഞഭാഗങ്ങളെയും കൂടി അവര് തന്നെ സ്വീകരിച്ചു. അത്രയും കൂടി അവര് ചെയ്തു. അപ്പോ ഗുരുണാ ഹൂയമാനേഗ്നൗ ബലഭിത്തനയാൻ രജേഹേ അവധിയിൽ ഭ്രംശിതാൻ മാർഗാൻ ന കശ്ചിദവശേഷിത. ഗുരുവിനാൽ ഹൂയമാനെ ഹോമിക്കപ്പെട്ട അഗ്നൗ അഗ്നിയിൽ ബലഭിത് ഇന്ദ്രൻ മാർഗാത് ഭ്രംശിതാൻ സന്മാർഗത്തിൽ നിന്നു ചലിച്ചവരായ രജിയുടെ പുത്രന്മാരെ അവധീത് വധിച്ചു. കശ്ചിത് ഒരുവനും ന അവശേഷിച്ചില്ല. അപ്പൊ ബൃഹസ്പതിയോട് പറഞ്ഞു ഇന്ദ്രൻ, ഇനി ഇതിങ്ങനെ ആയാൽ പറ്റില്ല, ഇവരെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയക്കണം. അപ്പൊ ബൃഹസ്പതി ആഭിചാര മന്ത്രം ചെയ്തു. ആഭിചാര മന്ത്രം കൊണ്ട് ഹോമം നടത്തിയപ്പോ ആ സദാചാരം തെറ്റി നടക്കണ ആ രജിയുടെ പുത്രന്മാരെല്ലാവരും വധിച്ചു. അങ്ങനെ എല്ലാവരെയും ആഭിചാര ഹോമം നടത്തി അവരെ എല്ലാവരെയും വധിച്ചു. 500 പേരും ഒരാളെങ്കിലും അവശേഷിച്ചില്ല, എല്ലാവരും കുശാൽ പ്രതി ക്ഷാത്രവൃദ്ധാൽ സഞ്ജയ തൽസുതോജയ തതകൃതകൃതസ്യാവി ജജ്ഞേ ഹര്യശ്വകോ നൃപ. ക്ഷത്രവൃദ്ധന്റെ പുത്രനായ കുശനിൽ നിന്ന് പ്രതി എന്ന പുത്രൻ ജനിച്ചു. ക്ഷത്രവൃദ്ധന്റെ പുത്രനായ കുശന് പ്രതി എന്നുപേരായ ഒരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് സഞ്ജയൻ എന്നൊരു പുത്രനുണ്ടായി. ഈ സഞ്ജയന് ജയൻ എന്നൊരു പുത്രനുണ്ടായി. ഈ ജയന് കൃതൻ എന്നൊരു പുത്രനുണ്ടായി. കൃതനിൽ നിന്ന് ഹര്യശ്വകൻ എന്നൊരു പുത്രൻ ജനിച്ചു. സഹദേവസ്തോ ഭീമോ ജയസേനസ്തു തൽസുത സംകൃതിസ്തസ്യ ജയ ക്ഷത്രധർമാ മഹാരഥ ക്ഷത്രവൃദ്ധാന്വയാ ഭൂപാഃ ശൃണു വംശാംശ്ച നാകുശാൻ. ഹര്യശ്വക പുത്രൻ സഹദേവൻ, അദ്ദേഹത്തിൽ നിന്ന് ഭീമൻ എന്നൊരു പുത്രനുണ്ടായി. ഈ ഭീമന്റെ മകൻ ജയസേനന്റെ മകൻ സംകൃതിയുടെ മകൻ ജയനുണ്ടായി. ഈ ജയൻ ക്ഷത്രധർമ്മത്തിൽ നിഷ്ഠയോടുകൂടിയ മഹാരാജനായിരുന്നു. നന്നായിട്ട് രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഈ ജയൻ. ഈ രാജാക്കന്മാര് ക്ഷത്രവൃദ്ധന്റെ വംശത്തിൽ ജനിച്ചവരാണ്. ഇനി നഹുഷന്റെ വംശത്തിൽ ജനിച്ചവരുടെ കഥ പറയാം, കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രീശുക ബ്രഹ്മർഷി ഈ അധ്യായം അവസാനിപ്പിക്കണം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സപ്തദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 17ാമത്തെ അധ്യായം ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.